നമസ്കാരം. AK ന്യൂസ് കേരളയിലൂടെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പുനലൂരിൽ നടന്ന ഒരു സംവാദം, പ്രതിപക്ഷ ഭരണപക്ഷ സംവാദം. പ്രിയദർശിനി ഫൗണ്ടേഷൻ്റെ ഭാഗമായി നടത്തിയ അതിൻ്റെ ചെയർമാൻ CB വിജയകുമാർ സാർ AK ന്യൂസ് കേരളയുമായി സംസാരിക്കുന്നു. ആ സംവാദം പൊളിച്ചതാരും? ഇതാണ് ചോദ്യം. ഹായ്, നമസ്കാരം. പുനലൂരിൻ്റെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ലൈവുകൾ ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിലാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ്. ഇത് നിങ്ങൾ കാണണം, കേൾക്കണം, മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ ഇതിൽ കുറിക്കുകയും വേണം. കാരണം ഇതൊരു ചെറിയ വിഷയമല്ല. ഇന്നലെ പുനലൂരിൽ പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ഭരണ പ്രതിപക്ഷ തുറന്ന സംവാദം എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടന്നു. സംവാദമാണ്, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്നുള്ള ഒരു സംവാദം. നമ്മുടെ പുനലൂരിന്റെ നാടിന്റെ വികസനം, അതിന്റെ വളർച്ച, മുനിസിപ്പാലിറ്റി ഉണ്ടായ കാലം മുതൽ ഇന്നലെ വരെ എന്നുള്ളതല്ലായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ മാത്രം എടുത്തുകൊണ്ട് എന്താണ് ഇത്രയും നാൾ പുനലൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ ഫലമായി ഉണ്ടായ നേട്ടം എന്നുള്ളതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നിർത്തിക്കൊണ്ടുള്ള ഒരു തുറന്ന സംവാദം. ആ പരിപാടി അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ അത് പൊളിയാതെ അത് വളരെ കൃത്യമായി ഇത് നടത്തിയ ഒരു വ്യക്തിയുണ്ട്, ഇതിന്റെ ചെയർമാൻ. അദ്ദേഹം CB വിജയകുമാർ സാർ. ഇൻഷലി ഞാൻ നോക്കിയതാ, CB വിജയകുമാർ സാർ. അദ്ദേഹത്തെക്കുറിച്ച് കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾക്കറിയാം. കാരണം മയക്കുമരുന്ന്, സിഗരറ്റ് വലി, വെള്ളവടി, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളുടെ ഇടയിലുള്ള കുട്ടികൾക്ക് വളരെ പഠിക്കുന്ന കാലത്ത് സ്കൂളുകളിൽ വന്ന് സെമിനാറുകൾ കൊടുക്കാറുണ്ട്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വളരണം, ഇതൊന്നും ഉപയോഗിക്കരുത്, ഇതൊക്കെ ഉപയോഗിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എനിക്കൊന്നൊരു 10,000-3000 സെമിനാറുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ അദ്ദേഹം ഇതിന് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ കുറച്ച് ഇവിടെയുള്ള പൊതു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം ഒരു കൌൺസിലർ ആവാനോ അല്ലെങ്കിൽ ഒരു MLA ആവാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ഒരു നേതാവാനോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വ്യക്തമായ ഒരു പൊതുപ്രവർത്തന ശൈലിയുണ്ട്. അദ്ദേഹം പഠിച്ചത്, അദ്ദേഹം ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ പൂർത്തി പറയല്ല, പറയുക തന്നെ വേണം. അദ്ദേഹം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതുവരെ എന്ത് നടന്നു, ഇനി എങ്ങനെ വേണം, ഇതിലൊരു കൂട്ടായ്മ ഉണ്ടാവണം, നമ്മുടെ നാടും നഗരവും വികസിക്കണം, നാളത്തെ തലമുറയ്ക്ക് ഇത് പ്രയോജനം ചെയ്യണം എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായ രീതിയിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു ഭരണ പ്രതിപക്ഷ തുറന്ന സംവാദം എന്നൊരു പ്രോഗ്രാം പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നടത്തി. അതൊരു കോൺഗ്രസ് ടൈപ്പുള്ള ഒരു പാർട്ടിയുടെ ബേസിലുള്ളതാണെങ്കിലും അതിന്റെ ഒരു സംഘടന പ്രവർത്തനം തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുവരെ ഒരു ഇന്റർവ്യൂ ലൈവായിട്ട് ചെയ്തിട്ടില്ല. ലൈവായിട്ട് ഇന്റർവ്യൂ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, തെറ്റുകുറ്റങ്ങൾ വരും. ഇതെല്ലാം നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. ഇതാദ്യമായിട്ടാണ് തുറന്ന ലൈവ് ഇന്റർവ്യൂ നടത്തുന്നത്. അതിനുവേണ്ടി ആദ്യമായി ഈ പരിപാടി ഞങ്ങൾക്ക് ഈ ലൈവ് ഇന്റർവ്യൂ എന്നുള്ള ഈ പ്രോഗ്രാം തന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ വിജയകുമാർ സാറിലൂടെയാണ്. അദ്ദേഹം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ഈ തുറന്ന സംവാദം, അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആശയം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അദ്ദേഹം ഇന്നലെ പല ചാനലിലൂടെ സംസാരിച്ചതനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞു കുറെ കാര്യങ്ങൾ. പക്ഷെ അതല്ല, കൃത്യമായി ലൈവായി അദ്ദേഹം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിനടുത്ത് ചോദിക്കുക തന്നെ വേണം. ഇത് നമ്മുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് നേരിട്ട് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. അതാണ് ഒരു പൊതു പ്രവർത്തകന്റെ ധർമ്മം. എന്തുകൊണ്ടാണ് ആ പരിപാടിയിൽ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എത്തിച്ചേരാഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ വിജയകുമാർ സാറിന്റെ അടുത്തോട്ട് പോകുന്നത്. ഹലോ സാർ. നമസ്കാരം സാറേ. ഇന്നലെ വളരെ കഷ്ടപ്പെട്ട്, എനിക്ക് തോന്നുന്നൊരു 2 മാസത്തെ പ്രയത്നമാണെന്ന് തോന്നുന്നല്ലേ, 2 മാസം വരെ സാർ ഒരു പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടൊരു ഭരണ പ്രതിപക്ഷ തുറന്ന സംവാദം നടത്തിയത്. അതിന്റെ പിന്നില് സാറിന്റെ ഉദ്ദേശം എന്തായിരുന്നു ആദ്യം, അതിന്റെ പ്രയത്നത്തെക്കുറിച്ചും സാർ പറയണം. കാരണം ഇത് പ്രോഗ്രാം ലൈവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ്, അത് സാറിനോട് ഞാൻ പറഞ്ഞില്ല, സാറിന് ഒരു ന്യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് വിളിച്ചത്. മൈക്ക് കിട്ടുമോ? സൗണ്ട് ഉണ്ട്? ആ, ഓക്കെ. ഇതിലല്ലേ ഇത്
അതിന്റെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു സാർ. പുനലൂരിലെ ഒരു 14-15 വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവാദം നടത്തണം എന്ന് തീരുമാനിച്ചത്. സംവാദം എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരെ, രാഷ്ട്രീയക്കാരെ വെച്ചല്ല. രാഷ്ട്രീയക്കാരെ ആണെങ്കിൽ പുനലൂരിലെ മറ്റ് പ്രവർത്തിക്കുന്ന നഗരസഭയ്ക്കെതിരെ സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് നടത്തേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ കൗൺസിലുള്ള 35 കൗൺസിലർമാരിൽ ഭരണപക്ഷത്ത് നിന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേരും പ്രതിപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 6 പേരും അടങ്ങുന്ന 2 ചേരിയായി ഇരുന്നുകൊണ്ട് 15 വിഷയങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുത്തതാണ്. വിഷയം അവരുമായിട്ട് ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിക്കുകയും ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് 37 വർഷക്കാലത്ത് ഒരു ഭരണത്തിനിടയിൽ 33 വർഷവും ഭരിച്ചവർ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി അവർക്ക് പലതിനും മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് അവരുടെ കൺസെന്റാണ് ആദ്യം വാങ്ങിയത്. ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണി ആയതുകൊണ്ട് ചെയർപേഴ്സണ് മാത്രം ഒരു തീരുമാനമെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രാഷ്ട്രീയ ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് CPM-ന്റെ ഏരിയ സെക്രട്ടറിക്കും ലെറ്റർ കൊടുത്തു, ഇങ്ങനൊരു വിഷയമുണ്ട്. CPI-യുടെ ഏരിയ സെക്രട്ടറിക്കും ലെറ്റർ കൊടുത്തു, ഇങ്ങനൊരു വിഷയമുണ്ട്. ചെയർപേഴ്സൺ ലെറ്റർ കൊടുത്തു, വൈസ് ചെയർമാൻ ലെറ്റർ കൊടുത്തു, CPM-ന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിക്കും ലെറ്റർ കൊടുത്തു. 5 ലെറ്റർ ആ ഭാഗത്ത് കൊടുത്തു. ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ കൌൺസിലർമാരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പുറത്ത് 5 പേരുടെ കൊടുക്കാൻ കാരണം അവര് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണപക്ഷമായതുകൊണ്ട് അവര് ഇതിൽ നിന്ന് എങ്ങനെങ്കിലും മാറി നിൽക്കാൻ ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് അവരെ കമ്മിറ്റഡ് ആക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷത്തെ നമ്മൾ അത്രയും ഗൌരവമായിട്ട് എടുക്കാഞ്ഞതിന്റെ കാരണം ഇത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഒരു പൊതു വിചാരണയിൽ 10-15 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പം അത് ഒരുപാട് ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് അവരോട് ചോദിക്കാനുണ്ട്. അതവർക്ക് രാഷ്ട്രീയമായിട്ട് 2 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷം ഇതിനിങ്ങോട്ട് സഹകരിക്കും എന്ന രണ്ടുപേരും സഹകരിക്കുമെന്ന് കൃത്യമായി സാറിനോട് പറഞ്ഞിരുന്നു. 2 പേരും സഹകരിക്കുമെന്ന് പറഞ്ഞു. ചെയർപേഴ്സന്റെ ഭാഗത്ത് അല്ലെ നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് മാത്രമല്ല, ചെയർപേഴ്സൺ അവിടുത്തെ ഒരു ക്ലർക്കിനെ വെച്ചുകൊണ്ട് ഈ വിഷയങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് 2-3 ദിവസമെടുത്ത് ഈ വിഷയങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ചെയർപേഴ്സൺ എടുത്തു. കാരണം ചെയർപേഴ്സന്റെ അടുത്ത്, ഞാൻ ചെയർപേഴ്സന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഇപ്പോൾ കുടിവെള്ള പ്രശ്നം ആദ്യം ചർച്ച ചെയ്യുന്നു. കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ആ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടാവണം, ഏത് വിഷയമായാലും കൊണ്ടാവണം. അത് കഴിയുമ്പോൾ ആ ഡോക്യുമെന്റ്സ് ക്ലർക്കിന്റെ കയ്യിലോട്ട് കൊടുക്കാം. അടുത്ത ശ്മശാനം എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്. കാരണം ഒരു കാരണവശാലും നഗരസഭയുടെ ചെയർപേഴ്സണെ നഗരമധ്യത്തിലുള്ള പൊതുവേദിയിൽ കൊണ്ടിരുത്തിയിട്ട് മോശം ആക്കരുത് എന്ന് തലയുയർത്തി തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നടത്തിയത്. ഓക്കെ, ഒറ്റ ചോദ്യം ബാക്കിയുണ്ട് സാറേ. അവസാന ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്, തുടക്കത്തിൽ ചോദിക്കേണ്ടതാണെങ്കിലും സാറിന് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് സാറിന് തോന്നാനുണ്ടായ ഒരു മനോവേദന? ഞാൻ 25 വർഷം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഞാൻ KSU താലൂക്ക് സെക്രട്ടറി, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ്, മാതൃഭൂമിയുടെ റിപ്പോർട്ടർ. ഞാനൊരു 30 വയസ്സിനകത്ത് ആൾ ഇന്ത്യ റേഡിയോയിൽ ലളിതാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനൊരു സാമൂഹ്യ ബന്ധുവുമായി വന്ന ഒരാളാണ്. ഞാൻ 31 വയസ്സായപ്പോൾ സർവീസിൽ പോന്നു. സർവീസിൽ പോകുമ്പോഴും പുനലൂരിലെ രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, ഇതൊന്ന് ചർച്ച ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് ആ 7 നില കെട്ടണം 6 മാസത്തിനകത്ത് ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവം പിടിച്ചവരെ ഇറക്കിയതാണ്. 8 വർഷമായി അതിൽ പലരും വഴിയാധാരമായി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു പൊതു സമൂഹത്തെ ശ്രദ്ധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. ഇതിനേക്കാൾ എനിക്ക് വേദനയായി തോന്നിയത് ശ്മശാനത്തിന്റെ വിഷയമാണ്. വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതെല്ലാം ഉള്ളിൽ കിടന്നപ്പോ തോന്നി ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടണം. ഇതൊന്ന് ചർച്ച ചെയ്യപ്പെടണം. അതായത് ഇപ്പൊ കൌൺസിലാണെങ്കിൽ കഥവടച്ചിട്ടടുത്ത് അവര് 35 പേര് അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നു.
എന്തെങ്കിലും ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ ചാനൽ വഴിയാണ് നമ്മൾ കാണുന്നത്. 45,000 വോട്ടർമാർ പുനലൂർ പട്ടണത്തിലുണ്ട്. അതിൽ ആ 35 പേര് മാത്രം ഇരുന്ന് അവിടെ ചർച്ച ചെയ്യുന്നത് ഈ 45,000 ജനം അറിയുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു ജനമറിയാൻ പുനലൂർ മുനിസിപ്പാലിറ്റി ഇവിടെ ഉണ്ടെന്നും അതിലൊരു ഓഫീസുകൾ ഉണ്ടെന്നും ഇത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയില്ല. പൊതുജനങ്ങൾക്ക് അറിയണം. അതുമല്ല നമ്മൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ തുറന്ന സംവാദം, ഒപ്പം പൊതുജന ചോദ്യങ്ങളും. അതായത് ഈ ഭരണ പ്രതിപക്ഷ ആളുകളെ ഇരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ, കുടിവെള്ള പ്രശ്നം ഞങ്ങളുടെ ആ ഭാഗത്തെത്തുന്നില്ല, അതെന്ന് എത്തും എന്ന് ചോദിക്കാൻ ഒരു അവസരം കൂടി വളരെ വിശാലമായി പൊതുജനങ്ങൾക്ക് ചോദിക്കുക, പൊതുജനങ്ങൾ അറിയുക, പൊതുജനങ്ങൾക്ക് പുനലൂർ നഗരസഭ കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഉദ്ദേശത്തോടു കൂടിയാണ് സാർ സംവാദം പോലെ, ഈ തുറന്ന സംവാദം പോലെ ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഞാനൊരു കാര്യം അറിഞ്ഞതിൽ നിന്ന് ചോദിക്കുകയാണ്. പുനലൂരിൽ രാവിലെ തന്നെ ഞങ്ങൾ ഒരിടത്ത് ചായ കുടിക്കാൻ പോയിരുന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ മുതിർന്ന ഒരു നേതാവ് ഈ പരിപാടിക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസുകാരെ മൊത്തം പറഞ്ഞ് വിലക്കിയതായി അറിയാൻ കഴിഞ്ഞു. സാറിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? ഇവിടെ 21-ാം തീയതിയാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചത്. 20-ാം തീയതി വൈകിട്ട് തൊട്ട് ഇതിന്റെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനകത്ത് കോൺഗ്രസുകാരെ പറഞ്ഞു നോക്കി, അത് കഴിയുമ്പോൾ ഇടതുപക്ഷക്കാരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് അവരെ പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിനകത്ത് കോൺഗ്രസും CPM-ഉം CPI-യും അടങ്ങുന്ന നേതാക്കന്മാർ, അവര് സാധാരണ ഉള്ള അവർക്കൊരു വലിയ, നമ്മൾ കാണാത്തൊരു വലിയ ബന്ധം അവർ തമ്മിലുണ്ട്. ആ ബന്ധം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും CPI-യും കൂടി, ആ ബന്ധം പുനലൂരിന്റെ പൊതുകാര്യത്തിനല്ല, അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു വലിയ അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ബന്ധം അവർക്കുണ്ട്, ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ട്. ആ ബന്ധം വെച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു പരിപാടി വന്നു. ഈ ഒരു പരിപാടിക്ക് വരാതിരുന്നപ്പോൾ അങ്ങനെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസും വന്നില്ല, ഇവിടുത്തെ ഭരണപക്ഷവും വന്നില്ല. അല്ല, ഇവിടെ ഭരണപക്ഷം വരാതിരുന്നാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാകും. കാരണം അവർക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവരതിൽ നിന്ന് മാറി നിന്നു എന്ന് വരാം. പ്രതിപക്ഷം വരാഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നില്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് KPCC തന്നെ വിളിച്ച എല്ലാ പഞ്ചായത്തുകളും മണ്ഡലം കമ്മിറ്റികളും പറഞ്ഞു, അതാത് നഗരഭരണം നമുക്കുള്ള നഗരഭരണം നമ്മളത് വികസന സെമിനാറാക്കണം, നമുക്ക് പ്രതിപക്ഷത്തുള്ളത് നമ്മളത് കുറ്റവിചാരണയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5 മാസം കൊണ്ട് KPCC പോലും താഴോട്ടുള്ള തട്ടുകളിൽ ഇങ്ങനെ പറയുകയാണ്. കുറ്റവിചാരണയൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു കുറ്റവിചാരണ എന്നുള്ള നിലയിൽ ഇതിന് ആത്മാർത്ഥമായി സഹകരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ ഒരു ഗോള് കൂടുതലടിക്കുകയും ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ കടമയാണ്. അവരത് ചെയ്യുമെന്ന് ധരിച്ചു. അവരാണ് ഇത് അട്ടിമറിച്ചത്. സാറ് ഏത് പാർട്ടിയിലാണ് ആക്ച്വലി? ഞാൻ കോൺഗ്രസ് ആണ്. ഇപ്പൊ ഇറങ്ങി നടക്കുന്ന കോൺഗ്രസുകാരിൽ നേതാക്കളിൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസുകാരൻ ഞാൻ തന്നെയാണ്. അല്ല, ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, KSU താലൂക്ക് സെക്രട്ടറി, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ്. 31 വയസ്സിനകത്ത് ഒരു പാർട്ടിയിൽ എത്താൻ പറ്റുന്നതിന്റെ പരമാവധി എത്തിയ ഒരാളാണ് ഞാൻ. 88 മുനിസിപ്പൽ ഇലക്ഷൻ മത്സരിച്ചാണ്. ഞാൻ 18 വോട്ടിന് തോറ്റ ആളാണ്. അതിന് എനിക്കന്ന് 27 വയസ്സേ ഉള്ളൂ. അതിന് ചില മാനിപ്പുലേഷനൊക്കെ അതിന്റെ അകത്തൂടെ ഇന്ന് നടക്കുന്ന പോലെ അന്നും നടന്നു. എന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനെ ബുക്ക് ചെയ്ത് ഇവിടെ ഇരുത്തി അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഞാനൊന്ന് വളരെ അതിലേക്ക് പോകുന്നില്ല. കൂടുതലായി ജനങ്ങളിലേക്ക് ഈ ലൈവ് പിടിച്ചോണ്ടിരിക്കുന്ന ലൈവ് കാണുന്നവർക്ക് ചിലപ്പം ബോറടിക്കും. ഇതിനകത്തൊരു ചോദ്യം ബാക്കിയിരിക്കുന്നത്, സാർ ഇത്ര ഒരു തുറന്ന സംവാദം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഇത്രയും പൈസ മുടക്കി സാറിന്റെ കയ്യിൽ നിന്നായാലും മറ്റുള്ള ഏതെങ്കിലും രീതിയിലും സാറിന്റെ സംഘാടകരും എല്ലാവരുമായിട്ട് ഇത്രയും വളരെ ഭംഗിയായിട്ടൊരു പരിപാടി അവതരിപ്പിച്ചത് ഇവിടുത്തെ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ? അതെ, ഈ പൊതുസമൂഹമാണ് ഈ വാർഡ് കൌൺസിലർമാരെ എല്ലാവരെയും തെരഞ്ഞെടുത്തത്. ഈ പൊതുസമൂഹത്തില് ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത ഈ കൌൺസിലർമാർ ജനങ്ങളോട് ഈ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിയുമ്പോൾ ഈ 5 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയാനുള്ള ആഗ്രഹം അവർക്കുണ്ട്. അപ്പം അവർക്ക് അറിയുന്നതിന് വേണ്ടി ഇദ്ദേഹം ഭരണ പ്രതിപക്ഷത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ഇത്തരം നല്ലൊരു പരിപാടി നടത്തി. ഇത് വിജയമാണോ? ഇത് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലല്ല. ഇത് ഉദ്ദേശിച്ചത് ഇത്രയും വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് വിചാരിച്ചു. ആ ചർച്ച ചെയ്യപ്പെടുന്നത് ഭരണപക്ഷത്തോട് ചോദിച്ച്, പ്രതിപക്ഷവും ചോദിച്ച്, പൊതുജനങ്ങളും ചോദിച്ച് അതിന്റെ ഉത്തരം കിട്ടണമെന്നതാണ് ധരിച്ചത്. പക്ഷെ ഞാനിത് വളരെ മുൻകൂട്ടി ഈ 14-15 വിഷയത്തിന്റെയും
1.5 മിനിറ്റ് വരുന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് തയ്യാറാക്കി. ഈ വിഷയങ്ങളുടെ എല്ലാം കൃത്യമായ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞങ്ങളത് കളക്ട് ചെയ്തു. അപ്പൊ ഇവര് രണ്ടുപേരൂടെ ചേർന്ന് വന്ന് ഇവര് ധരിച്ചത് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഇല്ലെങ്കിൽ ചർച്ച നടക്കില്ല, അവര് ജനഗണമന പാടി അങ്ങ് പിരിയും എന്ന് അവര് ധരിച്ചു. അവരെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. അവരെ കണക്കൂട്ടൽ തെറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും ഇട്ടിട്ട് അക്കമിട്ട് ചോദിക്കുകയും പ്രത്യേകിച്ച് ശ്മശാനത്തിന്റെ വിഷയം വളരെ വൈകാരികമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഞങ്ങൾ അവതരിപ്പിച്ചത് വളരെ വൈകാരികമായിട്ടാണ്. കാരണം ഒരു മനുഷ്യന്റെ ശരീരം പകുതി കത്തുമ്പോൾ അത് ആ ഫർണസ് നിന്ന് അത് വലിച്ച് പറിച്ചെടുത്തിട്ട് അതിപ്പുറത്ത് വിറകിട്ട് കത്തിക്കുകയാണ്. ബാക്കി ശരീരം ഇപ്പുറത്ത് വിറക് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അത് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നുന്നു. ഇവിടുത്തെ വിഷയം സ്വന്തം കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവന് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സാധാരണക്കാരന്റെ ദേഹമടക്കണമെങ്കിൽ പുനലൂര് നഗരസഭയിൽ നിന്ന് കത്ത് കൊടുക്കുകയാണ് തെമ്മല പഞ്ചായത്തിൽ കൊണ്ടുപോകാൻ, കൊല്ലത്ത് പോളയത്തോട്ടി കൊണ്ടുപോകാൻ. ഇതൊക്കെ എത്ര ലജ്ജാകരമായ കാര്യമാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളുള്ളപ്പോൾ ഇത് ഗൌരവമായിട്ട് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത് വളരെ അടിയന്തരമായി അവർ പരിഹരിക്കാനുള്ള ഒരു ജാഗ്രത അവർക്കുണ്ടാകും എന്ന് ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തത്. ചർച്ച വിജയമാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വിഷയം, അതുമല്ല ഈ നവമാധ്യമങ്ങളും ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകളുമെല്ലാം അത് വളരെ കൃത്യമായി ഏറ്റെടുക്കുകയും ഞങ്ങൾ സാധാരണ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ ചർച്ച നടത്താനാണ് ഉദ്ദേശിച്ചത്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചതിച്ചപ്പോൾ ഞാൻ ആ മീഡിയേറ്ററിന്റെ റോള് മാറ്റി ഇത് ചോദിക്കാൻ ഞങ്ങൾക്കുണ്ട്. അവർ ധരിച്ചത് ഞങ്ങൾ 35 പേര് ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് അവർ ധരിച്ചു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ 45,000-ഓളം വരുന്ന പുനലൂരിലെ വോട്ടർമാർ ഇവര് 35 പേരല്ല എന്ന് അവരെ ഇന്നലെ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ഇവിടെ കരവടയ്ക്കുന്ന ഓരോരുത്തരെങ്കിലും ചോദിക്കാനുണ്ട്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം. ജനങ്ങൾക്ക് അറിയേണ്ട വിഷയമാണ് സാറ് ചൂണ്ടിക്കാട്ടിയത്. ജനങ്ങൾക്ക് അറിയേണ്ട വിഷയമാണ്. ഇതിനകത്ത് ഒരു താല്പര്യമില്ല. മുനിസിപ്പൽ ഇലക്ഷന് ഞങ്ങളുടെ ആരും മത്സരിക്കുന്നില്ല, ഞാനടക്കം ഞങ്ങൾ ആരും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാധാരണ ആളുകളെല്ലാം ഈ ജാഥയിലൊക്കെ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില ഷോ കാണിക്കുന്നത് എവിടെയെങ്കിലും സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഞങ്ങൾ അതിനല്ല, ഞങ്ങൾ ആരും മത്സരിക്കുന്നില്ല. ഞാൻ ഇന്നലെ അവിടെ ഞങ്ങളെന്ന് പറയുമ്പോൾ പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ഒരാൾ പോലും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളുണ്ട്. 14 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊന്ന് കുടിവെള്ള പ്രശ്നം, മാലിന്യ സംസ്കരണം, പൊതുശ്മശാനം, 7 നില കെട്ടിടം, ഷെൽട്ടർ ഹോം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തെരുവ് വിളക്കുകൾ, ഇൻഡോർ സ്റ്റേഡിയം, ഇത് സത്യത്തിൽ മുനിസിപ്പൽ റോഡുകൾ, ഭവന പദ്ധതികൾ, മത്സ്യ മാർക്കറ്റ്, മുനിസിപ്പൽ ടൗൺ ഹാള്, അമ്യൂണിറ്റി സെന്റർ, വാക്വേ, ആരോഗ്യ പരിപാലനം, ഇത്രയേ എഴുതിയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സാർ ഇതെല്ലാം ഇവിടെ തകർന്നു നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി നോട്ടീസിലുണ്ട്. ഇവിടെ തകർന്ന്, അതായത് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഉദ്ഘാടന മാമാങ്കം നടത്തി, അനൗൺസ്മെന്റ് നടത്തി, ജനഹൃദയങ്ങളിൽ LDF സർക്കാർ, പൊള്ളൂർ നഗരസഭ ഭരിക്കുന്ന LDF എന്ന് പറയുന്ന നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരികൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നടത്തിയിട്ടുള്ള വികസനങ്ങളുടെ ഒരു നോട്ടീസ് കൂടാ. ഇത് വികസിച്ചോ ഇല്ലയോ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചത്. ഇതിന്റെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒന്നുപോലും പൊതുജനങ്ങൾക്ക് ഇതുവരെയും ഗുണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പം ഭരണകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് കോടിക്കണക്കിന് രൂപ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇത് ഒരു പരിധിവരെ നമ്മൾ അവരെ കുറ്റം പറയുമ്പോഴും അവർക്ക് കുടിവെള്ളത്തിന് ഞങ്ങൾ ഇത്ര കോടി മുടക്കി, ഭവന പദ്ധതിക്ക് ഇത്ര മുടക്കി, സ്റ്റേഡിയത്തിന് ഇത്ര മുടക്കി, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയാൻ ഭരണകക്ഷിക്ക് ഉണ്ടാവും. അത് അവർക്ക് പറയാമായിരുന്നു. അവർക്ക് പറയാനുള്ള അവർക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞിട്ടും ഈ പണം ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പൊ ചെമ്മന്തൂർ നിൽക്കുന്ന കമ്പികള്, ഇപ്പൊ ആ കമ്പിയുടെ മേളിൽ കിളിക്കുന്ന പോച്ചയ്ക്ക് പോലും മുനിസിപ്പാലിറ്റിന്ന് പൈസ മുടക്കിയിട്ടാണല്ലോ ഒരു തൊഴിലാളി പോലും പോയി ചെത്തി വൃത്തിയാക്കുന്നത്. അല്ലെ, ഇതൊന്നും ഗുണകരമാണ്. കോടികൾ മുടക്കി, സാറ് പറയണക്ക് അവരെ കുറ്റം പറയാക്കത്തില്ല. കോടികൾ മുടക്കി എന്നുള്ളത് പൊതുജനങ്ങൾക്കും അറിയാം. പക്ഷെ മുടക്കിയ കോടികൾ എവിടെ ഗുണം ചെയ്തോ? അവിടെ പിന്നെ ഇൻഡോർ സ്റ്റേഡിയം 1 വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. പിണറായി വിജയൻ സാർ വന്നിട്ട് ഭയങ്കര മുഖ്യമന്ത്രിയല്ല വന്നത്, അബ്ദുൾ റഹ്മാൻ സ്പോർട്സ് മന്ത്രിയാണെന്ന് തോന്നുന്നു. മന്ത്രിമാർ വന്നത് ചെലവ് ഭയങ്കര തന്നെ. വന്നത് ഉദ്ഘാടനം ചെയ്ത് ഇതിനകത്ത് മനസ്സിലാക്കിയ കാര്യം, അത് നിലമാണ്. ആ 5 കോടി രൂപയുടെ കെട്ടിടം നിൽക്കുന്നത് ഇപ്പോഴും തരം മാറ്റിയിട്ടില്ല. അത് നിലത്തിലാണ് നിൽക്കുന്നത്. അതായത് നാളെ
മുനിസിപ്പാലിറ്റിയുടെ നമ്പർ ഇട്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഇതെനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. ഈ 5 കോടി രൂപ സ്പോർട്സ് കൌൺസിലിന്റെയും മറ്റും മുടക്കിയ ആ സ്ഥലം ഇപ്പോഴും തരം മാറ്റിയിട്ടില്ല. പെർമിറ്റ് കിട്ടിയിട്ട് വേണ്ട ഇത്. അല്ല, അത് ഞാൻ ചോദിച്ചപ്പോ, ഞാൻ ഓറലായിട്ട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് അത് കാശ് ലാപ്സായി പോകും, വേറൊരിടത്തോട്ട് പോകും. അത് ശരിയായിരിക്കാം. ഒരു പുനലൂര് കിട്ടേണ്ട 5 കോടി രൂപ വേറൊരിടത്തോട്ട് പോകും, സതുദ്ദേശത്തോടെ ആയിരിക്കാം. അപ്പൊ അതിനകത്ത് സാധാരണക്കാരനടുത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ലോൺ റെഡിയാകുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇപ്പൊ അനുവാദം കിട്ടിയില്ലെങ്കിലും ആ അപ്പൊ നികത്തിയ വസ്തുവിനകത്ത് വീട് വെക്കാൻ പറ്റുമോ? വീട് വെച്ചാൽ ഫണ്ട് അവർക്ക് നഷ്ടം വരുന്നില്ല. ഫണ്ട് അല്ല, ഇതിനിപ്പോ കൂടി പോകുമ്പോൾ ആ ഫണ്ട് നഷ്ടമാവുമല്ലോ. സാധാരണക്കാരന് നഷ്ടം വരും. സാധാരണക്കാരന് ഇത് എടുത്തിട്ടേ പറ്റത്തുള്ളൂ. ഒരു നിയമവും പൊതുജനങ്ങൾക്ക് അല്ല, അത് നഗരസഭയ്ക്ക് ഒരു നിയമവും പൊതുജനങ്ങൾക്ക് മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ അതല്ല, എല്ലാവർക്കും കൂടെ ഒരു നിയമമേ ഉള്ളൂ. അപ്പൊ ഇവരിതിനകത്ത് ഓറലായിട്ട് പറഞ്ഞൊരു ന്യായം ഇതാണ്. അപ്പൊ അത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് നിലമായിരിക്കുകയാണ്, തരം മാറ്റാത്തതിലാണ് ആ 5 കോടി രൂപയുടെ നിൽക്കുന്നത്. അത് നാളെ മാറ്റി ഉടനെ കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടിയിട്ട് വേണം അതിനകത്ത് നമ്പർ ഇടാൻ. അതിലൊരു 12 ലക്ഷം രൂപ പിന്നെ MLA ഫണ്ടിൽ നിന്ന് അതിനകത്തുള്ള സ്പോർട്സ് സാധനങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ അവർക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ അവസരം ഉണ്ടാക്കിയത്. ഇത്രയോ കാലവും തുറന്നു കൊടുക്കാത്തൊരു സംഭവം ഞാൻ പറയട്ടെ. ഇപ്പൊ KSRTC ബസ്സിന്റെ ടയർ കയറി 2 പേരുടെ കാലിൽ കൂടെ കയറി ഒരു കുടുംബനാഥം മരണപ്പെട്ടു. ഈ മരണപ്പെട്ടിട്ട് ഇന്ന് വരെ MLAയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയോ ഒന്നും ഇവിടെ തിരിഞ്ഞു നോക്കി ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് നമ്മൾ ഇതിനെതിരെ പല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും DMK പോലൊരു ഇതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്നും ഒരുപാട് പ്രതിഷേധങ്ങളും യോഗങ്ങളും ഒക്കെ നടന്നു. അന്ന് ചാനലിന്റെ മുമ്പിൽ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വളരെ കൃത്യമായി പറഞ്ഞു, വാഹനങ്ങൾ കയറ്റിവിടുന്നതിനും ഇറങ്ങിപ്പോകുന്നതിനൊക്കെ കൃത്യമായ രീതിയിൽ, അത് പുതിയ രീതിയിൽ ഇനി ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാത്ത രീതിയിൽ എന്തൊക്കെ പരിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 1.5 മാസം. അതും ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് നമ്മൾ പൊതുജനങ്ങളുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ പൊതുജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ പൊതുജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചോദ്യം മുൻകൂർ തരണം. കാരണം ഓർക്കാപ്പുറത്തൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. പലരും പല വഴിക്കോട്ട് ചോദിക്കും. നമ്മൾ ഇതിനകത്ത് ഇന്നലെ തന്നെ ചെയ്തത് 2 ഭാഗത്ത് 2 പ്രസംഗപീഠം വെച്ചിട്ടാണ്. ഭരണപക്ഷത്ത് പറയാനുള്ളത് ആ പ്രസംഗപീഠത്തിൽ വന്നെന്നാണ് പറയേണ്ടത്, പ്രതിപക്ഷത്ത് ആ പ്രസംഗപീഠത്തിൽ വന്നെന്നാണ് പ്രസംഗം. ഒരു കോഡ്ലെസ് മൈക്ക് അവരുടെ കയ്യിൽ കൊടുത്താൽ ഒരാൾ സംസാരിക്കും, മറ്റൊരാൾ സംസാരിച്ചത് അലങ്കോലപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മളതെല്ലാം വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ചതാണ്. തീർച്ചയായിട്ടും ഇത്തരം സംവാദം വെക്കുമ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിൽ ചില മുഷിപ്പുകാരുണ്ടാവാം. അല്ല, അത് ഉണ്ടാകാതിരിക്കാനെ കൊണ്ട്, സാധാരണ നമ്മുടെ ചാനൽ ചർച്ചയിൽ വരുന്നത് പോലെ സംഭവിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് പൊതുജനങ്ങൾ ഇപ്പം കുടിവെള്ളത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്തു. ചെയർപേഴ്സൺ അതിന്റെ വിവരങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് അതിനെ കൌണ്ടർ ചെയ്തു. അത് കഴിയുമ്പോൾ നമ്മൾ പൊതുജനങ്ങളോട് ചോദിക്കുന്നു, കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അപ്പോൾ കുടിവെള്ളത്തിന്റെ ചോദിക്കാം. ശ്മശാനവുമായി ഉള്ള ചർച്ച കഴിയുമ്പോൾ അന്നേരം ചോദിക്കാം. ശ്മശാനവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അങ്ങനെ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇത് ഇത്തരത്തിൽ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ പ്രിയദർശിനി ഫൗണ്ടേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിക്ക് ഒരു മൈലേജ് കിട്ടുന്നതിനകത്ത് ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകാം. പിന്നീട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് വന്ന് ഇതിനെല്ലാത്തിനും കൂടെ നേർക്കുനേർ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനൊരു മൈലേജ് കിട്ടിയാൽ ആ മൈലേജും കൂടെ തകർക്കാം എന്നും കൂടി ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനൊരു പരിപാടിയെ 10-20,000 25,000 രൂപ മുടക്കി എഫർട്ട് എടുത്ത് ബുദ്ധിപരമായി 2.5 ലക്ഷം രൂപ മുടക്കിയാൽ അവരുടെ ഒന്നും തലയിൽ ഈ ബുദ്ധി വരത്തില്ല. അപ്പൊ അതിന്റെ മുടക്കിയ പണമല്ല, അതിനുള്ള ചിന്തയും അതിനുള്ള പ്ലാനിങ്ങും അതിനുള്ള ക്രമീകരണവും അതിനുള്ള ഇംപ്ലിമെന്റും ഇതുമെല്ലാം കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് അവര് അതേത് രീതിയിലാണോ ഇത് തകർക്കാൻ ശ്രമിച്ചത് അതിന്റെ 10 ഇരട്ടി തിരിച്ച് പൊതുസമൂഹത്തിൽ അവര് 2 കൂട്ടരും നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഈ വിഷയം ചെന്ന് അവസാനിച്ചു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓൺലൈൻ ചാനലുകളെല്ലാം കൂടി ഒരു 40,000 50,000 പേര് ഇത് കണ്ടിട്ടുണ്ട്. പുനലൂർ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്ന് വരെ ഈ സമയം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഇതാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഈ ലൈവിലൂടെ പറയാനൊക്കെ നമ്മൾ ഈ ലൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം എടുത്താൽ, ഞങ്ങൾ ഇതുവരെ ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ലൈവ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് മറ്റുള്ള ചാനലുകളിൽ ലൈവ് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടോ
ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ലൈവായിട്ട് ചെയ്യുന്നതിന്റെ കാരണം ഇത് പൊതുജനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയാൻ ആഗ്രഹിച്ചതാണ്. ഇവിടെ എന്താണ് ഒരു നഗരസഭയിൽ നടക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യം അത് പ്രതിപക്ഷമാണെന്ന് അറിയിക്കേണ്ടത്. പക്ഷേ താങ്കളെ പോലൊരു ഫൗണ്ടേഷന്റെ പ്രിയദർശിനി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ ഇതില് നിങ്ങളിത് ചെയ്തപ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇതിന്റെ പ്രതിഷേധം താങ്കൾ ഏത് രീതിയിലാണ് ജനങ്ങൾക്ക്? ഞാൻ ഇതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഭരണപക്ഷവും അതല്ലേ പ്രതിപക്ഷം ചോദിക്കും. ജനത്തിന് പിന്നെ ഒരു പണിയുമില്ലെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ജനത്തിന് പണിയുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് പണിയുണ്ട്. ഇപ്പൊ ഇവിടെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു കാര്യമാണ്. ഇവിടെ താലൂക്ക് സമാജം സ്കൂളുണ്ട്, 10-70 കോടി രൂപയുടെ താലൂക്ക് സമാജം സ്കൂളിൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് നടക്കുന്നത് ഒരു തരം കൂട്ടുകച്ചവടമാണ് നടക്കുന്നത്. അവിടെ പിന്നെ പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടി, പിന്നെ സെക്രട്ടറി കോൺഗ്രസ്, BJP മാനേജര്, മെമ്പർ CPI തുടങ്ങുന്ന ഒരു വളരെ സൗഹൃദപരമായിട്ട് അവർ വളരെ സ്നേഹത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവിടെ നിയമനങ്ങൾ വരും. അവസാനമായ ഒരു നിയമനത്തിന് 60 ലക്ഷം രൂപ മേടിച്ചെന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ 5-6 അധ്യാപകർ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അവരുടെ പിന്നെ അപ്പോയിന്റ്മെന്റ് അപ്രൂവ് ആയതിനു ശേഷമേ ഇതങ്ങോട്ട് കയറാൻ പറ്റൂ. എന്നാൽ പോലും ഇത് ചോദ്യം ചെയ്യാൻ എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? അല്ല വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഇത് കണക്കിലുണ്ടെങ്കിലല്ലേ ചോദ്യം പറ്റൂ. ഇത് വീതിച്ചെടുക്കുകയാണെങ്കിൽ കുറെ വീതിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? അപ്പൊ അത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJPയും CPIയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വീതം ഉള്ളത് കൊണ്ടാണോ സാറിന് സർവീസ് സഹകരണ ബാങ്ക് ആയാലും മറ്റുള്ളതായാലും എല്ലാം ഓരോ പാർട്ടിയുടേതായിട്ട് സ്വന്തം അല്ല? ഇവിടെ മാത്രമേ ഉള്ളൂ സാറ് പറഞ്ഞ കണക്ക് എല്ലാ പാർട്ടിയും ഒരു സംഘടനയുടെ അല്ല. ഇവിടെ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്നിട്ടില്ല. അതിൽ വലിയ കാര്യമല്ല താലൂക്ക് സമാജം. അപ്പൊ ഇവിടെ നിൽക്കുന്നു 800ഓളം ഓട്ടോറിക്ഷ പാവങ്ങൾ നമ്മുടെ പട്ടണത്തിൽ ഓടുന്നുണ്ട്. അവരുടെ ഒരുപാട് ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. ആ പാവങ്ങൾ 500 രൂപ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാൽ ആ പാവങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടത്തില്ല. അവർക്കും കൊച്ചുങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്കും വീട് വയ്ക്കണം, കൊച്ചുങ്ങളെ കല്യാണം കഴിച്ചയക്കണം, അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ 800ഓളം വരുന്ന ഓട്ടോറിക്ഷയിലെ പാവങ്ങളെ വിളിച്ചുകൂട്ടി CPIയും CPMും കോൺഗ്രസും BJPയും കൂടെ ഒരു ചർച്ച നടത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്താ അത് ചെയ്യാത്തത്? അതല്ലേ ചെയ്യേണ്ടത്. അവിടെ വീതം കിട്ടുന്നില്ല. അപ്പൊ ഇതിനകത്ത് ലാഭം കിട്ടുന്നിടത്ത് ഈ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ വിളനിലമായി പുനലൂര് മാറുകയാണ്. പുനലൂർ അതിന്റെ വിളനിലമാണ്. ഇതൊരു ഗവേഷണ കേന്ദ്രമാണ്. ഈ ഗവേഷണ കേന്ദ്രത്തിൽ ഞാൻ പേര് പറയേണ്ട, ഈ ഇത് കേൾക്കുന്ന ആളുകൾക്കെല്ലാം പറയാതെ തന്നെ ആ പേര് അവർക്കെല്ലാം നമ്മുടെ കല്ലടയാർ ഒഴുകുന്ന ഈ നദിയുടെ മുകളിൽ തൂക്കുപാലത്തിൽ നിന്നുകൊണ്ട് പൊതുജനങ്ങളോട് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം, പൊതുജനങ്ങൾ മനസ്സിലാക്കണം. എന്നും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടേണ്ട സമയങ്ങൾ മാറ്റിവെച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതൊരു പൊതുപ്രവർത്തനത്തിന്റെ മറവിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതങ്ങനല്ല മാറി. ഞാൻ കാണുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരൻ കോൺഗ്രസ് ആയിട്ട് നിൽക്കണം, കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നിൽക്കണം, BJPക്കാരൻ BJPക്കാരനായിട്ടിരിക്കണം. അങ്ങനെ അന്തസ്സായി നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്, ജനം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJPക്കാരനും CPIക്കാരനും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത് ജനത്തെ നന്നാക്കാനല്ല, ജനത്തെ കബളിപ്പിക്കാനാണ്. ഇങ്ങനെയാകുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാന്ന് തന്നെ പറയാം. പ്രതിപക്ഷമുണ്ടെങ്കിൽ ഇന്നലെ വന്നേനെയല്ലോ. പ്രതിപക്ഷമുണ്ടെങ്കിൽ അല്ല, ഇന്നലെ ഞാൻ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സംവാദത്തിൽ നമ്മൾ 1% പോലും രോഷം കൊള്ളത്തില്ലായിരുന്നു. ഭരണപക്ഷം വന്നില്ലെങ്കിൽ 1% പോലും രോഷം കൊള്ളത്തില്ല. അവർക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വന്നില്ല. പക്ഷെ പ്രതിപക്ഷത്തിന് എന്താ പ്രശ്നം? അല്ല, ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത്തരം കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നിടുമ്പം ഇതിനകത്ത് വീതത്തിന്റെ അല്ല, അവര് തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം തകരുമായിരിക്കാം എന്നിങ്ങനെ വന്ന് ചോദ്യങ്ങൾ വരും. ചിലർക്ക് ഇതുകൊണ്ട് നഷ്ടങ്ങളുണ്ടാകും. ഇതിനകത്തുള്ള ഒരു പ്രശ്നം, രാഷ്ട്രീയ ലാഭം കണ്ട് കൊതിക്കാത്തവരും രാഷ്ട്രീയ നഷ്ടം കണ്ട് ഭയക്കാത്തവരും അവരാണ് സമൂഹത്തിൽ വേണ്ടത്. എനിക്ക് വല്ലതും നഷ്ടം വരുമെന്ന് വിചാരിച്ച് മാറി നിൽക്കുക. അപ്പൊ ഇന്നലെ തന്നെ ഇതിന്റെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി കൂടിയപ്പോൾ 2 പേരാണ് അതിനകത്ത് പറഞ്ഞത് അത് പോകാതിരിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ 2 പേരും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവരാണ്. ബാക്കി എല്ലാ ആളുകൾക്കും മാറിയും തിരിഞ്ഞും അടുത്തതിന് മത്സരിക്കണം. അപ്പൊ നിലവിലുള്ള ആ സംവിധാനത്തെ, ആ കമ്പനിയെ സേവിച്ചേ
മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെയാണ് പ്രശ്നം. എല്ലാവരും എന്തെങ്കിലും കൊതിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് വിഷയമല്ല. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് നടത്തുമ്പോൾ ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന കാശുകൊണ്ട് അന്നും ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന കാലത്തും നമ്മൾ ആ രാഷ്ട്രീയം വന്നേ. പൊതുപ്രവർത്തന രംഗത്ത് അത്തരം സംശുദ്ധത വേണം എന്ന് ചിന്തിക്കുന്നിടത്താണ്. അപ്പൊ ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൊതിയന്മാർക്കാവരുത് എന്ന് തന്നെയാണ്. അത് തന്നെയാണ്. ജനങ്ങൾ ഇത് വളരെ സൂക്ഷിക്കണം. ഇതിനകത്ത് ഇനിയാണെങ്കിലും നാളെയാണെങ്കിലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഞാൻ നാളെയും ഞങ്ങൾ ഇതുപോലെ സംഘടിപ്പിക്കും. ഇപ്പൊ പറ്റിയ അബദ്ധം ഞങ്ങൾക്ക് നാളെ പറ്റത്തില്ല. നാളെ ഒരിക്കലും ഞങ്ങൾ ഇവരെ വിളിച്ച് ഇത് ഇരുത്തി ഒരു സംവാദത്തിന് ഞങ്ങൾ തുനിയില്ല. അല്ല, ഇതിനകത്ത് മൊത്തത്തിലല്ല, കൌൺസിലുള്ള 2 മുന്നണികളെയാണ് വിളിച്ചത്, മാത്രമേ വിളിച്ചു, പുറത്തുള്ള പാർട്ടികളെ വിളിച്ചില്ല. നാളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള പരിപാടി വീണ്ടും സംഘടിപ്പിക്കും. അന്ന് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാരെ ഇതുപോലെ കൊണ്ടിരുത്തില്ല. ഞങ്ങൾ പുനലൂരിന്റെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകളെ പുനലൂരിന്റെ പൊതുവിഷയങ്ങൾ സ്ക്രീനിലിട്ടിട്ട് നാളെയും ഞങ്ങൾ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിക്കും, ചർച്ച ചെയ്യും. ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ടാണല്ലോ പുതിയ പാർട്ടികളൊക്കെ ഉദയം കൊള്ളുകയും അത് വളരാനുള്ള അവസരങ്ങൾ. അതെ. അതിനെ കൃത്യമായ രീതിയിൽ പൊതുജനങ്ങൾ വിനിയോഗിച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടുകൂടെ? അല്ല, ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഇത് കുറച്ചുകൂടെ അവെയറാണ്. ഇപ്പൊ പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പൊതുജനങ്ങൾ നമുക്കെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യം നോക്കി പോവുക. ആരും തിരിഞ്ഞു നിൽക്കുന്നില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇങ്ങനെ പിടയുമ്പോ പോലും അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ നമ്മുടെ കാര്യത്തിന് പോവുക. ആ മനോഭാവം ജനങ്ങളിൽ കൂടി വരുന്നു. ആ മനോഭാവം ജനങ്ങളിൽ കൂടി വരുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ മുതലെടുക്കാൻ പറ്റുന്നത്. ആരും ചോദിക്കില്ല. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോ നിങ്ങൾ 35 പേരും നിങ്ങളുടെ കങ്കാണിമാരും ചോദിക്കാനും പറയാനുമില്ലെങ്കിൽ 45,000 വരുന്ന പുനലൂരിലെ വോട്ടർമാർ, അതിലൊന്ന് എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ആളുകൾ മുന്നോട്ട് വരണം. എനിക്ക് ചോദിക്കാൻ അവിടെ നില്ല്, ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനം വരുമ്പോൾ ഈ ജനപ്രതിനിധികൾ കുറച്ചുകൂടി ജാഗരൂകരാവും. അതെ, കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാം. അപ്പോൾ കുറച്ച് തൂക്കുവാലും ജനങ്ങൾക്ക് കാണാനും പറ്റും. അത്രയും നേരം നിന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ, വിജയകുമാർ സാർ സംസാരിച്ച വിഷയം ഒരു ചെറുതല്ല. ഇന്ന് അപ്പുറത്തിട്ടു. ഇവിടെ രാഷ്ട്രീയ രംഗങ്ങളിലും പൊതു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരെ വിളിച്ചപ്പോൾ DMK എന്ന് പറഞ്ഞൊരു പാർട്ടിയെ വിളിച്ചില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു വർത്തമാനം വന്നായിരുന്നു. അപ്പം ഇപ്പം ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം താങ്കൾ പറഞ്ഞതിനകത്ത് കിട്ടി. അല്ല, ഇന്നലെ നമ്മൾ വിളിച്ചത് നമ്മൾ ഒരു രാഷ്ട്രീയ മീറ്റിംഗ് ആക്കണ്ട എന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ DMK ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഉള്ള സംവാദത്തിൽ DMK വിളിച്ചാണ്. കാരണം DMK നഗരസഭയിലെ കസേര വിവാദവും അതിന് മുൻപ് 2-3 പ്രശ്നങ്ങൾ DMK വളരെ അഗ്രസീവായിട്ട് DMK ആ സമരം നടത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് DMKയും DMKയുടെ നേതാക്കന്മാരെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ളവരാണ്. അവര് ഈ നഗരസഭയിലെ കുറെ കാര്യങ്ങൾക്കെതിരെ അവര് ശബ്ദം ഉയർത്തിയതാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചിട്ട്, അതുകൊണ്ടാണ് BJP വിളിച്ചില്ലല്ലോ. BJPയുടെ ഒരു കൌൺസിൽ അതില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാരെയാണ് ഉദ്ദേശിച്ചത്. മുൻ കൌൺസിലർമാരെ പോലും വിളിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാറ്റഗറി വെച്ചത് കൊണ്ടാണ്. കാരണം ഇപ്പോഴത്തെ പ്രശ്നം പറയാൻ അവർക്കാണല്ലോ, അവിടെ കൌൺസിലിൽ ഇരിക്കുന്നവർക്കാണല്ലോ പറയാൻ പറ്റുന്നത്, പുറത്തിരിക്കുന്നവരാക്കല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ അവരെ കൂടെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവരെ കൂടെ ക്ഷണിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പരിപാടിയായിട്ട് മാറുകയും അതിന് വേറൊരു തലമാവും. രാഷ്ട്രീയ പരിപാടി ആകണ്ട, ഇതൊരു മാന്യമായ ഭരണ പ്രതിപക്ഷ സംവാദമാകട്ടെ എന്ന് സതുദ്ദേശത്തോടെ ചിന്തിച്ചതാണ്. പക്ഷെ അവർ രണ്ടുപേരൂടെ ചേർന്ന് അതിനകത്ത് ഞങ്ങൾക്കൊരു പണി തന്നു, ഞങ്ങൾ അവർക്ക് 2 പണി തിരിച്ചു വെച്ചു കൊടുത്തു. സാറേ, ഈ പരിപാടി 100% പുനലൂരിലെ ജനങ്ങൾ പറയുന്നു അത് വൻ വിജയമായിരുന്നു. കാരണം കട്ടവനെ കൈക്കൂ, മനസ്സിലായല്ലേ? ജനങ്ങൾക്കുള്ളിൽ ഒരു കള്ളത്തരവുമില്ലാതെ തുറന്നു പറയാൻ ആർജവം കാണിക്കണമെങ്കിൽ ഉള്ളിൽ കള്ളത്തരം ഇല്ലാതിരിക്കണം. അപ്പം ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അതുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇത്തരമൊരു നല്ല പരിപാടി വെച്ചിട്ട് അതിന് വാക്കു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും വളരെ മനോഹരമായ ഒരു പരിപാടി, ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ട് സമയമായപ്പോൾ പോകണ്ട എന്ന് തീരുമാനമെടുത്തത് 2 പാർട്ടിയും ഒന്നിച്ചാണ്. ആ തീരുമാനങ്ങളുടെ പ്രതിഷേധാർഹമാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ലൈവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. എന്നിരുന്നാലും പൊതുജനങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നടക്കുന്ന പുനലൂരിലെ വികസനങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിഞ്ഞേ മതിയാവൂ. കാരണം ഇതിനകത്ത് ഈ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ പോലും ഒന്നും ചെറുതല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വായിക്കുക. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം അത് ചെറുതാണോ? മാലിന്യ സംസ്കരണ പ്ലാനിനെ കുറിച്ചുള്ളത്, പൊതു ശ്മശാനം, 7 നില കെട്ടണം, ഷെൽട്ടർ ഹോം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ,
സന്ധ്യ കഴിഞ്ഞാൽ പുനലൂരിന്റെ ടൗണിൽ ഇറങ്ങുന്നവർക്കറിയാം, രാത്രിയായി കഴിഞ്ഞാൽ കൂരിരുട്ടാണ്. വാഹനങ്ങളുടെ ലൈറ്റ് കൂടെ അണഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂരിട്ടാണ് പുനലൂർ ടൗൺ. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ഇൻഡോർ സ്റ്റേഡിയം, അതിനെക്കുറിച്ച് സാർ പറഞ്ഞു, ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനരഹിതമാണ്. മുനിസിപ്പൽ റോഡുകൾ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഇലക്ഷനൊക്കെ അടുത്തതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഫണ്ട് ഒപ്പിച്ച്, കാരണം 4 വർഷം കുഴിയിലും കരയിലും കുളങ്കര കളിച്ച് ജനങ്ങളെല്ലാവരും എങ്ങനെയൊക്കെയോ 4.5 വർഷം നീട്ടി. ഇനി എല്ലാ റോഡുകളും ഒരുവിധപ്പെട്ട രീതിയിലൊക്കെ ടാറും ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം എല്ലാ വർഷവും നമ്മൾ പൊതുജനങ്ങൾ എന്നും കഴുതകളാണല്ലോ, അതാണല്ലോ ഇവരുടെയൊക്കെ വിചാരം. അതിന്റെ ഒരു മാറ്റം വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റ്, ഭവന പദ്ധതികൾ, അമ്യൂണിറ്റി സെന്റർ, സത്യം പറഞ്ഞാൽ പ്രായമായവർക്കൊക്കെ വന്നിരുന്ന് ഒന്ന് അവരുടെ പഴയ കാലത്തെ സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കിടാൻ വേണ്ടി എവിടെങ്കിലുമൊക്കെ കുറച്ച് സ്ഥലം കണ്ടെത്തി അവർക്കൊന്ന് നടക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ അവർ ഈ ഹോസ്പിറ്റലിൽ പൈസ കളയേണ്ടി വരത്തില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യ പരിപാലനം അതിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ ഇപ്പം പനികളെല്ലാം എവിടെ നോക്കിയാലും H1N1 അങ്ങനെയുള്ള പല പനികളും കടന്നു പിടിക്കുന്നു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള മറ്റ് അസുഖങ്ങൾ കൊണ്ട് കൊല്ലൂർ നഗരസഭ കേരളം മൊത്തം പനിച്ചു വിറയ്ക്കുന്ന കാലത്തിൽ എന്താണ് നഗരസഭ ഒരു ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത്തരം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അതിന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടി പ്രിയദർശിനി ഫൗണ്ടേഷൻ നടത്തിയ ഒരു തുറന്ന സംവാദം, ആ സംവാദം ഇന്നലെ വിളിച്ച പ്രതിപക്ഷവും വന്നില്ല, ഭരണപക്ഷവും വന്നില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു പരിപാടി നടത്തിയത് നമ്മുടെ വിജയകുമാർ സാറായിരുന്നു. ആ ഫൗണ്ടേഷനിലുള്ള അത് നടത്താൻ നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ പൊതുജനങ്ങളുടെ പേരിൽ തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി പൊതുജനങ്ങളോട് സംസാരിക്കാൻ ഇത്രയും സമയം കണ്ടെത്തിയ വിജയകുമാർ സാറിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയും നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇത്തരം പരിപാടികൾ, അതായത് ലൈവായിട്ട് വന്ന് നിങ്ങൾക്ക് ഇത് കണക്കുള്ള ഏത് വിഷയമായിക്കോട്ടെ തന്റെ ഇടത്തോടെ പലരും വന്ന് പറയാറുണ്ട് പല വിഷയങ്ങളും, അവിടെ ഇന്ന പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുകയല്ല. ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? നാടിന്റെ വികസനം, നാളെയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ നമ്പർ കുറിച്ചിരിക്കും. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങളുമായി ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു, ബൈ. നല്ല രീതിയിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.